ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്. നിങ്ങളോട് മറ്റ് വ്യക്തികൾ നീതിപൂർവം പെരുമാറുന്നില്ല എന്നൊരു തോട്ട് നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് നീതിപൂർവമല്ലാതെ പെരുമാറിയെന്ന് തോന്നുന്നുണ്ടോ? അതാണ് കറണ്ട് എനർജി ആയിട്ട് കാണുന്നത്. ഓക്കെ ഡിയർ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ എനർജി വളരെ ഒരു ഹൈ എനർജിയാണ്. അത് മീൻസ് അതൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു മനസ്സിന് വല്ലാത്തൊരു വ്യഗ്രതയോ ആവേശം കൂടുതലാണ്. അത് നല്ല രീതിക്കല്ല മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയോ സഡനായിട്ടുള്ളൊരു ആക്ഷൻ എടുക്കാൻ തോന്നുന്നുണ്ട്. എന്നോടാരും നീതിപൂർവ്വം പെരുമാറുന്നില്ല, എനിക്കിതിനെതിരെ പ്രതികരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല എന്നാൽ സ്വയം കുറ്റപ്പെടുത്തി അത്തരത്തിൽ നിങ്ങളോട് തന്നെ ഒരു മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ ഡിയർ, അതങ്ങനെ ചെയ്യരുത്. കാരണം മറ്റുള്ളവരെ നമ്മളോട് നീതിപൂർവ്വം പെരുമാറിയില്ല എങ്കിൽ നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ഫോൾട്ടായിരിക്കാം. അത് ക്ഷമിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, അവരുടെ സ്പേസിൽ നിൽക്കാതിരിക്കുക. അതുപോലെ നിങ്ങളാണ് മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറിയിട്ടുള്ളതെങ്കിൽ അതിന് മനസ്സുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുക. നിങ്ങൾ ഇനി അത് ആവർത്തിക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. അതാണ് സൊല്യൂഷൻ. നമ്മൾ അവിടെ ഒരു വ്യഗ്രത, അവിടെ ഒരു എങ്ങനെയാണ് ഒരു എനർജി പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. കിട്ടിയാൽ അത് നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കും. നിങ്ങളെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കും. അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ അത്രയ്ക്ക് മോശമാവും. ഓക്കെ, ഒരു ഹാർട്ട് ബീറ്റൊക്കെ കൂടുന്ന പോലെ, അങ്ങനത്തെ ഒരു BP വരെ റേസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ ഡിയർ, ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണാൻ ശ്രമിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾ സ്വയം തീർത്തൊരു തടവറയിലാണ്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മളോട് അത്രയും ലോയലായിട്ടിരിക്കണം. അപ്പോൾ ഈ നിങ്ങൾ എന്താണോ അത് തന്നെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളോട് നീതിപൂർവ്വം പെരുമാറുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, എന്നിട്ട് മറ്റുള്ളവർ നമ്മളോട് നീതിപൂർവ്വം പെരുമാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള കാഴ്ചകൾ കാണാറുണ്ടോ? നിങ്ങളെന്നുള്ള വ്യക്തിയെ ഒരിടത്തേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് നിങ്ങളെ കാണാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെന്നോട് ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് നീതി കാണിച്ചില്ല, ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് അവരെന്നോട് ഒരു നന്ദി കാണിച്ചില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏറ്റവും ആദ്യം നിങ്ങൾ ഉപയോഗപ്രദമായിട്ടിരിക്കണം. അതായത് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നിങ്ങളെന്നുള്ള വ്യക്തിയെ കൂടെ കാണണം, നിങ്ങൾക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കണം. ഓക്കെ ഡിയർ, എത്രത്തോളം നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം ആ ഒരു വ്യക്തി നല്ലതായിരിക്കും. ആ ഒരു വ്യക്തിക്ക് അതുപോലെ തന്നെ മറ്റു വ്യക്തികളോടും പെരുമാറാനും സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കത്തില്ല. മറ്റുള്ളവർ എനിക്ക് വേണ്ടി ചെയ്തു തരണം, എനിക്ക് വേണ്ടി എന്നോട് നന്ദിയുള്ളവരായിട്ടിരിക്കണം എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കില്ല. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് കൂടി നോക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഭാവിയിലെല്ലാം ചെയ്തു തരുമെന്ന് കരുതി നിങ്ങൾ ജീവിക്കില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ ഒരു വിഷമം ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്ന് ഞാൻ പറയുന്നില്ല, ഡിപ്പെൻഡൻസി ആവശ്യമാണ്. ഓവർ ഡിപ്പെൻഡൻസിയിലേക്ക് പോവാതെ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ തന്നെ നിങ്ങൾ ആദ്യം കാണാൻ ശ്രമിക്കണം, അറിയാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങളിങ്ങനെ സ്വയം കെട്ടിവെച്ച അവസ്ഥയിൽ നിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അവിടെ മാത്രമാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക. മറ്റുള്ളവർക്ക്, നിങ്ങൾ ചുറ്റിലുമുള്ളവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് കൂടിയാണ്. അപ്പോൾ അതുപോലുള്ള ഒരു അൺകണ്ടീഷണൽ ലവ് ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ മറ്റൊരിടത്തു നിന്നായിരിക്കാം, ഈശ്വരനിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരനിൽ നിന്ന് തീർച്ചയായിട്ടും ലഭിക്കും, നിങ്ങൾ ആ ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വന്നു കഴിയുമ്പോൾ. ഓക്കെ ഡിയർ, അതാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ശ്രമിക്കൂ ഡിയർ. ഓക്കെ, അപ്പോൾ
നമ്മളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അവിടെ നിന്നാണ് ഈ ഒരു നിങ്ങളുടെ ഒരു വളർച്ച ആരംഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഡിയർ. ഹാവ് എ നൈസ് ഡേ. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിലായി ഒരു വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലോങ് വീഡിയോസ് വരുമ്പോൾ ഇൻസ്റ്റഗ്രാം അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല, കുറച്ച് പേരിലേക്ക് മാത്രമാണ് എത്തുന്നത്. അപ്പോൾ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതുകൂടി കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, ലോങ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബ് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ, എൻ്റെ ഐ ഡിയിൽ തന്നെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.